ഉണ്ണിയാർപിള്ള, ഈ വിവരണങ്ങൾ കേട്ടിട്ട് താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇത് കേരളത്തിൽ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായാൽ അത് മണിക്കൂറുകൾക്കുള്ളിൽ അത്തരം സുരക്ഷ ഉറപ്പാക്കാനും ഇത്തരം ഇടപെടലുകളൊക്കെ വേഗത്തിലുണ്ടാവും. എന്താണ് ഇവിടെ സംഭവിക്കുന്നത് നമുക്കിനിയും നിശ്ചയമായിട്ടില്ല. ഒരു ആശുപത്രിയിൽ ക്രൂരമായ ഒരു മെഡിക്കൽ വിദ്യാർത്ഥിനി റേപ്പ് ചെയ്യപ്പെട്ട് കൊല ചെയ്യപ്പെടുന്നു. ആ ആശുപത്രി അടിച്ചു തകർക്കാൻ വേണ്ടിയിട്ടെത്തുന്നു. അത് ആ കൊല ചെയ്യപ്പെട്ടുള്ള പ്രതിഷേധമല്ല, തെളിവുകൾ നശിപ്പിക്കത്തക്ക രീതിയിൽ അവിടേക്കൊരു മോബ് ഇരച്ചു വരുന്നു. ബാക്കിയുള്ള വൈശാഖയെ പോലെയുള്ള പെൺകുട്ടികളെ ഡോക്ടർമാരെ ഉപദ്രവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഡോക്ടർ ഉണ്ണിയാർപിള്ള, മെഡിക്കൽ പി ജി അസോസിയേഷൻ്റെ സമരത്തിന് കാരണമുണ്ടെന്നത് വ്യക്തമാണ്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇത്തരം രീതികളുടെ എന്താണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത് നാളത്തെ സമരത്തിലൂടെയും? കൊൽക്കത്തയിൽ നടന്ന സംഭവങ്ങളുടെ ഒരു സംഭവ വികാസങ്ങൾ ആരെയും പറഞ്ഞറിയിക്കേണ്ട ഒരു സാഹചര്യമില്ല. കാരണം ഇപ്പോൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ റിപ്പോർട്ടറിൻ്റെ ലൈവിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ പോലും കൃത്യമായിട്ട് അതിൻ്റെ ഒരു വീഡിയോ ഫുട്ടേജുകൾ കാണിച്ചുകൊണ്ടിരിക്കുന്നു. കൊൽക്കത്തയിലെ ഹോസ്പിറ്റലിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എങ്ങനെയാണ് എന്നുള്ളത്. അതിൽ എന്ത് സർക്കസാണ് ഇപ്പോൾ ബംഗാളിൽ നടക്കുന്നതെന്നാണ് നമുക്ക് പ്രധാനമായിട്ടും മനസ്സിലാവാത്തത്. കാരണം ഇത്ര അതിദാരുണമായ ഒരു സംഗതി അവിടെ അരങ്ങേറുന്നു. അതിൽ 6-7 ദിവസങ്ങൾക്ക് ശേഷവും കൃത്യമായ പ്രതികളിലേക്ക് എത്താൻ സാധിക്കുന്നില്ല. പ്രതികളുടെ കാര്യത്തിൽ ഇപ്പോഴും ഇരുട്ടിൽ തപ്പുകയാണ് അവിടുത്തെ അന്വേഷണ സംഘം. അത് ഒട്ടും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല നിലവിലുള്ളത്. അതിൽ പ്രതിഷേധിച്ച് അവിടുത്തെ മുഖ്യമന്ത്രി തെരുവിൽ പ്രതിഷേധം നടത്തുകയാണ്. എങ്ങനെയാണ് അവിടെ ഒരു മുഖ്യമന്ത്രിക്ക് കൃത്യമായ ഉത്തരം തരേണ്ട മുഖ്യമന്ത്രി പ്രതിഷേധ പ്രകടനം നടത്തേണ്ടതാണോ അവിടെ ചെയ്യേണ്ടത്? ഇതിൽ കൃത്യമായ ഇടപെടലുകൾ നടത്തി കൃത്യമായി പ്രതികളെ മുന്നോട്ട് കൊണ്ടുവന്ന് കൃത്യമായി അതിലുള്ള നടപടികൾ സ്വീകരിക്കേണ്ട, അല്ലെങ്കിൽ അവിടെ ഇത്ര വലിയൊരു പ്രശ്നം നടന്ന് അത് മറച്ചു വെക്കാൻ ശ്രമിച്ച ഈയൊരു അധികാരികളെ പുറത്താക്കി അതിനെതിരെ നടപടിയെടുക്കേണ്ട മുഖ്യമന്ത്രി അവിടെ പ്രതിഷേധ പ്രകടനം നടത്തുകയാണോ വേണ്ടത് എന്നെനിക്കറിയില്ല. നേരത്തെ നമ്മുടെ ഒരു സമരമുറയുടെ കാര്യം പറഞ്ഞപ്പോൾ ശ്രീ അരുൺകുമാർ തന്നെ ചോദിച്ചൊരു കാര്യമുണ്ട്, പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ല എന്ന്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു മാറ്റം, അല്ലെങ്കിൽ ഒരു പൊതുജനങ്ങൾ വേറെ അല്ലെങ്കിൽ ഡോക്ടർമാർ വേറെ എന്നൊരു ഡിവിഷൻ എന്തിനാണ് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഞങ്ങളും പൊതുജനങ്ങൾക്കുള്ളിൽ വരുന്ന ആൾക്കാരല്ലേ? പൊതുജനങ്ങളുടെ ഉള്ളിൽ എന്തുകൊണ്ട് ഞങ്ങളെ ഉൾപ്പെടുത്തുന്നത്? ഞങ്ങൾ മറ്റൊരു ഗ്രൂപ്പാണ്, അല്ലെങ്കിൽ ഡോക്ടർമാരെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകർ എന്ന് പറയുന്നത് മറ്റെന്തോ ഒരു ഗ്രൂപ്പാണ് എന്ന രീതിയിലേക്ക് എന്തുകൊണ്ട് അതിനെ അങ്ങനെ പരിഗണിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതൊരു ഒരു പെൺകുട്ടി അതിൻ്റെ തൊഴിലിടത്തിൽ സംഭവിക്കുന്ന ഒരു അനീതിയാണ്. തൊഴിലിടത്തിൽ കൂട്ടബലാത്സംഗത്തിൻ്റെ ഒന്ന് കൊല്ലപ്പെടുന്നു, അങ്ങനെ ഒരു സാഹചര്യമാണുള്ളത്. അതാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത്. അതിപ്പോൾ ഒരു ഡോക്ടർ എന്ന നിലയിലേക്കോ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ പ്രൊഫഷണൽ നടന്ന എന്തോ ഒരു പ്രശ്നം എന്നുള്ള രീതിയിലേക്കല്ല ചർച്ചകൾ പോകേണ്ടത്. ഇതിപ്പോൾ ഇവിടുത്തെ മാധ്യമങ്ങൾ ഏറ്റെടുത്തു, ഇവിടുത്തെ പൊതുജനങ്ങൾ കുറച്ചും കൂടി ഇങ്ങനൊരു വിഷയം നടന്നു, ഒരു പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്, നമ്മൾ പ്രതികരിക്കേണ്ട ഒന്നാണ് എന്ന് തിരിച്ചറിയുന്നു. അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. വളരെ സന്തോഷം എന്നെനിക്ക് ഒരു വാക്ക് എനിക്ക് ഉപയോഗിക്കാൻ ഇപ്പോൾ സാധിക്കുന്നില്ല, എങ്കിലും ആശാവഹമായ ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഈ ഒരു ചർച്ചയിൽ 36 മണിക്കൂർ ഒരു ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ Debate with Arun Kumar.